ഗ്രീൻലൻഡ് ഏറ്റെടുക്കുന്നതിൽ നിന്നും പിന്മാറില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. റഷ്യയും ചൈനയും ഗ്രീൻലൻഡ് കൈയടക്കുന്നത് ഒഴിവാക്കാൻ നടപടി അനിവാര്യമെന്നും US പ്രസിഡന്റ്. പണം നൽകി ദ്വീപ് ഏറ്റെടുക്കാനുള്ള നീക്കത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായാണ് ട്രംപ് നിലപാട് അറിയിച്ചത്. അയൽക്കാരായി ചൈനയും റഷ്യയും വരുന്നത് താൽപര്യമില്ലെന്ന മറുപടിയാണ് ട്രംപ് നൽകിയത്. I'm not talking about money for Greenland yet. I might talk about that. But right now, we are going to do something on Greenland, whether they like it or not, because if we don't do it, Russia or China will take over Greenland, and we're not going to have Russia or China as a neighbor. I would like to make a deal, the easy way, but if we don't do it the easy way, we're going to do it the hard way. And by the way, I'm a fan of Denmark too, I have to tell you, and they've been very nice to me. I'm a big fan, but the fact that they had a boat land there 500 years ago doesn't mean that they own the land. I'm sure we had lots of boats go there also, but we need that because if you take a look outside of Greenland right now, there are Russian destroyers, there are Chinese destroyers and bigger, there are Russian submarines all over the place. We're not going to have Russia or China occupy Greenland, and that's what they're going to do if we don't. So we're going to be doing something with Greenland, either the nice way or the more difficult way. ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഗ്രീൻലൻഡ് വിഷയത്തിൽ ട്രംപ് നിലപാടിൽ നിന്ന് മാറില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്, അല്ലേ? തീർച്ചയായും നിലപാടിൽ നിന്ന് മാറില്ല എന്ന് മാത്രമല്ല, ഗ്രീൻലാൻഡ് പിടിച്ചടക്കാൻ ഏത് വഴിയും സ്വീകരിക്കുമെന്ന് തന്നെ അദ്ദേഹം കൃത്യമായി ഇപ്പോൾ പറയുന്നത് നമ്മൾ കേൾക്കുകയും ചെയ്തു. അതായത് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കടുത്ത നടപടികളോ അല്ലെങ്കിൽ ലളിതമായ നടപടികളോ സ്വീകരിക്കുന്നതിന് മടിയുണ്ടാകില്ല, അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന നിലപാടാണ് അറിയിക്കുന്നത്. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിന്റെ അനിവാര്യത അദ്ദേഹം ഉദ്ദേശിക്കുന്നത് തൊട്ടടുത്ത് തന്നെ, ആ ഗ്രീൻലാൻഡിന് തൊട്ടടുത്ത് തന്നെ റഷ്യയുടെയും ചൈനയുടെയും സബ്മറീനുകൾ അല്ലെങ്കിൽ മുങ്ങിക്കപ്പലുകൾ കൃത്യമായി അവിടെ എത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു നീക്കം സാധ്യതയുണ്ട് എന്നതാണ് അദ്ദേഹം പറയുന്ന ഒരു ന്യായീകരണം. അത്തരത്തിലൊരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ തങ്ങളുടെ അയൽ രാജ്യമായി ഈ ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിൽ ഇപ്പോൾ ഉള്ള ഗ്രീൻലാൻഡിനെ, തങ്ങളുടെ അയൽ രാജ്യമായി നിലനിൽക്കുന്ന ഗ്രീൻലാൻഡിനെ ചൈനയും റഷ്യയും കൈയടക്കുന്നത് അംഗീകരിക്കാനാവില്ല. അവിടെ അയൽ രാജ്യമായി ചൈനയോ റഷ്യയോ വരുന്നത് താല്പര്യമില്ല എന്ന നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ചൈനയോ റഷ്യയോ തൊട്ടടുത്ത് വരുന്നതിൽ താല്പര്യമില്ലെന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള നീക്കങ്ങൾ അവർ നടത്തുന്നത് പ്രതിരോധിക്കുക എന്നത് തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ വന്ന വാർത്തകൾ, അതായത് ഓരോരുത്തർക്കും $10,000 മുതൽ $1,00,000 വരെ 57,000-ഓളം വരുന്ന ഗ്രീൻലാൻഡിലെ ജനങ്ങൾക്ക് നൽകി, ഓരോരുത്തർക്കും നൽകി ആ ഗ്രീൻലാൻഡിന്റെ വിധേയത്വം തങ്ങളുടെ രാജ്യത്തോടാക്കി മാറ്റുക എന്നൊരു നീക്കം നടത്താൻ ആലോചിച്ചിരുന്നു. അത്തരം നീക്കങ്ങൾ ആലോചനയിലുണ്ട് എന്ന വാർത്തകൾ വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. എന്നാൽ അക്കാര്യം ഉടൻ നടപ്പാക്കിയിട്ടില്ല, എന്നാൽ അത് ആലോചിക്കുക തന്നെ ചെയ്യുമെന്നും ട്രംപ് പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, വലിയ തോതിലുള്ള ഈ പ്രകൃതി നിക്ഷേപങ്ങൾ, മിനറൽസ്, അതായത് ജിയോളജിക്കൽ മിനറൽസിന്റെ വലിയൊരു സാധ്യത ഉള്ള ഒരു പ്രദേശമാണത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ആ പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ഗ്രീൻലാൻഡിലും ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. പക്ഷേ ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലിരിക്കുന്ന ഒരു അർദ്ധ ഓട്ടോണോമസ് സംവിധാനം അല്ലെങ്കിൽ അർദ്ധ സ്വയംഭരണ സംവിധാനമായി നിലനിൽക്കുന്ന ഈ ദ്വീപ് രാഷ്ട്രം ഒരു തരത്തിലും അമേരിക്കയുടെ നിലപാടിനോട് അനുകൂല നിലപാട് സ്വീകരിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ പ്രശ്നം സങ്കീർണമാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കടുത്ത നടപടികളോ അല്ലെങ്കിൽ ലളിതമായ നടപടികളോ വഴി തങ്ങളുടെ പരിധിയിൽ ഗ്രീൻലാൻഡിനെ നിർത്തുമെന്ന നിലപാട് തന്നെയാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് പ്രശ്നം ഗുരുതരമാക്കാനുള്ള സാഹചര്യം തുറന്നിടുക തന്നെയാണ്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.